ട്രേഡിങ്ങിൻ്റെ ചാർട്ടും ക്യാൻഡിൽ സ്റ്റിക്സൊക്കെ കാണുമ്പോൾ എന്തോ വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് സിമ്പിളായിട്ട് നമുക്കിന്ന് പഠിക്കാം. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, എൻ്റെ ട്രേഡിംഗ് ജേണിയാണ് ഞാൻ ഈ ഒരു പേജിൽ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ഡേ 4 ഓഫ് ഡോക്യുമെൻറ്റിങ് മൈ ഫോറക്സ് ട്രേഡിംഗ് ജേണി. ഈ ക്യാൻഡിൽ സ്റ്റിക്സ് എല്ലാം കാണിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: ബയ്യേഴ്സ് ആണോ അതോ സെല്ലേഴ്സ് ആണോ ഇവിടെ വിൻ ചെയ്യുന്നത് എന്ന്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചാർട്ട് എന്താണെന്ന് മനസ്സിലാവും. പിന്നീട് ചാർട്ട്സിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ അങ്ങോട്ട് ഒഴിവായി കിട്ടും. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ചാർട്ട്സ് എന്താണെന്ന് നോക്കാം. ഈ ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്ന ഒരു സിമ്പിൾ ഗ്രാഫാണ്. ഇപ്പോൾ പ്രൈസ് മേളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ടിൻ്റെ ഡിറക്ഷനും മേളിലേക്കായിരിക്കും. പ്രൈസ് അടിയിലേക്കാണെങ്കിൽ ചാർട്ട് അടിയിലേക്കായിരിക്കും. അപ്പോൾ ട്രേഡിങ്ങിൽ പ്രൈസ് മുന്നേ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയാണ്, എങ്ങോട്ട് പോകാനാണ് ചാൻസ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ചാർട്ട് സഹായിക്കും. ഇനി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു ലാംഗ്വേജ് ആണ്. ഓരോ ക്യാൻഡിലും ഓരോ സ്പെസിഫിക് ടൈമിലെ പ്രൈസിന്റെ മൂവ്മെന്റ് എന്താണെന്നുള്ളൊരു സ്റ്റോറി പറയും. ഈ സ്റ്റോറിയുടെയൊക്കെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയ്യർ ആണോ അതോ സെല്ലർ ആണോ അവിടെ വിൻ ചെയ്തത് എന്നായിരിക്കും. ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന്റെ കളർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബയ്യേഴ്സ് ആണ് അവിടെ വിൻ ചെയ്തതെന്നാണ്. റെഡ് ആണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സ് ആണ് അവിടെ വിൻ ചെയ്തതെന്നായിരിക്കും. ഓരോ ക്യാൻഡിലും പല ടൈം ഫ്രെയിമിലാണുള്ളത്. 1 സെക്കൻഡ് തൊട്ട് 1 കൊല്ലം വരെയുള്ള ടൈം ഫ്രെയിംസ് ഉണ്ട്. അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഓരോ ടൈം ഫ്രെയിംസും പലതരത്തിലുള്ള ട്രേഡേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ട്രേഡേഴ്സിനെ ജസ്റ്റ് ഒന്ന് നോക്കാം. 1 സ്കാൽപ്പറാണ്, 2 ഡേ ട്രേഡേഴ്സ് ആണ്, 3 സ്വിംഗ് ട്രേഡേഴ്സ്, 4 പൊസിഷൻ ട്രേഡേഴ്സ്. അപ്പോൾ ഇതിൽ സ്കാൽപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ട്രേഡ് സെക്കൻഡുകൾ തൊട്ട് മിനിറ്റുകൾ വരെ ഉണ്ടാവുള്ളൂ. 10-30 സെക്കൻഡിൽ അവർ ചിലപ്പോൾ ട്രേഡ് എടുത്ത് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ 1-2 മിനിറ്റിൽ. രണ്ടാമത് ഡേ ട്രേഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെയിം ഡേയിൽ ഒരു ട്രേഡ് എടുത്തിട്ട് ട്രേഡ് ചെയ്യുന്ന ഇറങ്ങും. അത് ചിലപ്പോൾ മിനിറ്റുകൾ തൊട്ട് മണിക്കൂറുകൾ വരെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 1-2 മണിക്കൂർ, അത് ഡിപ്പെൻസ് ആണ്. മൂന്നാമത് വരുന്നത് സ്വിംഗ് ട്രേഡേഴ്സ് ആണ്. ഇവരുടെ ഒരു ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങൾ തൊട്ട് ആഴ്ചകൾ വരെ നീണ്ടുനിൽക്കും. അപ്പോൾ 2-3 ദിവസം വരെ ചിലപ്പോൾ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ 2-3 ആഴ്ച വരെ ഒരൊറ്റ ട്രേഡ് ഉണ്ടാവും. നാലാമത് വരുന്നത് പൊസിഷൻ ട്രേഡേഴ്സ് ആണ്. ഇവര് ലോങ് ടേമിലേക്ക് ട്രേഡ് ചെയ്യുന്നവരാണ്. എന്ന് വെച്ചാൽ ഒരൊറ്റ ട്രേഡ് തന്നെ ആഴ്ചകൾ തൊട്ട് മാസങ്ങൾ വരെ ഉണ്ടായേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ ട്രേഡേഴ്സും ഓരോ ടൈം ഫ്രെയിംസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ പഠിക്കുന്നതും ഞാൻ ചെയ്യാൻ പോകുന്നതും ഡേ ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഒരു ദിവസത്തിൽ താഴെയുള്ളതായിരിക്കാം. 5 മിനിറ്റ്, 15 മിനിറ്റ്, 1 മണിക്കൂർ, അങ്ങനെ. ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.